ഉണ്ണിത്താൻ ചേട്ടൻ ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? ഒരാളും ഇല്ലാത്ത ഗണേശകുമാർ വായെടുത്താൽ അതിന്റെ സ്വഭാവം പോലും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഈ ആൾ തന്നെ ആരാണ് സ്വന്തം ഭാര്യയുടെ തല്ലുമേടിക്കുകയും വിവിധ ഭാര്യകളുള്ള ഒരാളെന്ന് അയാൾ സ്വയം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള അയാൾക്ക് പോലും MLA ആക്കി മന്ത്രിയാക്കിയില്ലേ? പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയും എന്റെ മന്ത്രിസഭയ്ക്ക് ഇനി ഉണ്ടാവില്ല. അങ്ങനെയാണ് പിണറായി കൂടെ നിന്നവര് മോശക്കാരായാലും നല്ലവരായാലും അവർക്കെല്ലാം അവസരം കൊടുത്തു എങ്കിൽ അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റിന്റെ പാർട്ടിക്ക് ദീർഘവീക്ഷണമില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ഇവർ സാമ്രാജ്യത്തെ കഴുകന്മാരുടെ ദൂതന്മാരാണ്. അവരെ മുടത്താൻ ശ്രമിച്ചുവെങ്കിൽ BJPക്കാര് അവരുടെ ഘടകകക്ഷികളായി വന്ന BDJസിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും അവർ കൊടുത്തില്ല എന്നുള്ള സത്യമാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. കാരണം ഒരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ നിന്നത്. ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന BJP ഒരു അലവലാതി പാർട്ടിയായി മാറിയെന്ന് പറയാൻ തെറ്റ് പറയാൻ നിൽക്കുമോ? കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. വെറുത്തുപോയി. മേലാൽ എന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. ഇവിടെ തന്നെ മന്ത്രിമാരാക്കി അവരെ 4-5 ക്രിസ്ത്യാനികളെ മന്ത്രിയാക്കി. എന്ത് കിട്ടി? PC തോമസിനാക്കി. പോയ വഴിയെ കണ്ടോ? ഇവൻ ഒരുത്തരാ ഇതിനൊക്കെ കാരണം. ഇവൻ എവിടെങ്കിലും പോയ അടി ഉറപ്പല്ലേ? അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ ഒരാളാക്കി എന്താണ് കണ്ണന്താനം എവിടെ പോയെന്ന് ഒരു കണ്ണും ഇപ്പൊ ആർക്കും കാണുന്നില്ല. നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? പോയി പിണങ്ങിപ്പോയി. പുതിയൊരാളാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എത്ര പേരെ ആക്കി? എന്ത് സ്ഥലത്ത് കിട്ടി? ഒരു ക്രിസ്ത്യാനിയെ കിട്ടിയ അവർക്ക് ഗവർണറാക്കിയപ്പോൾ പോലും ഒരു പിന്നോക്ക വിഭാഗത്തിനെ ഗവർണറാക്കിയോ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. പട മേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തം കൊളത്തി പട. അവരെ ഇവിടെ നിങ്ങൾ ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് നോട്ടീസിലാക്കി. ആരെയാണ് ആക്കിയതെല്ലാം? ഇതെല്ലാം നോക്കുമ്പോൾ ഈ പറഞ്ഞ BDJസിനോട് ഒരു നീതി ഇവർ പുലർത്തിയിട്ടില്ല. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ എന്നുള്ള സത്യം അവർ വളർത്താനുമുള്ള സാഹചര്യങ്ങളോ സഹായകരമായ നിലപാടോ അവരോട് BJP കാണിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. നിങ്ങളെ കണ്ടത് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി അഥവാ എപ്പോഴെങ്കിലും മറന്നു പോയാ എന്നെ ഓർമ്മിപ്പിക്കണേ. ഇതങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല. എന്തേ ഇല്ലേ, അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി പറയണ, നന്ദി. കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.